എല്ലാവർക്കും കുസൃതിക്കൂട്ടത്തിലെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡോറയുടെ കുളിപ്പീരാണ് കാണാൻ പോകുന്നത്. ഡോറമ്മ ഇരിക്കുന്ന ഡോറമ്മയുടെ എല്ലാ ബെൽറ്റ് എല്ലാം ഈ കുളിപ്പീര് നടക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഡോറമ്മയെ കാണുന്നില്ല. ഡോറമ്മ ഹോട്ടല് നേരെ ചെന്ന് സെറ്റിയുടെ കീഴിൽ ഒളിച്ചിരിക്കുകയാണ്. അതിനെ പൊക്കിക്കൊണ്ട് വരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഇവൾക്ക് ഇഷ്ടമല്ല കുളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതിനകത്തോട്ട് നിർത്തിയപ്പോൾ അവൾ തോം 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 എന്ന് പറഞ്ഞ് കിടന്ന് ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് പിന്നെ ഇത് 15 മിനിറ്റ് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കണമായിരുന്നു. ഷാമ്പു കൊടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫുൾ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം ഡോറയുടെ ചെറുതായിട്ടുള്ളൊരു പണിയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ അവൾ ഇത് തട്ടിയിടാൻ പറയുന്നത്. ഇങ്ങനെ കൈ വെച്ച് തട്ടിയിടാൻ പറയും. അങ്ങനെ അവൾ ഇത് കലം തട്ടി ഞാൻ താഴെ ഇടും. അല്ലെങ്കിൽ എൻ്റെ പേര് ഡോറയെന്നല്ല. നീ നോന്നൊന്നും പറയണ്ട, ഞാൻ പിന്നെയും തട്ടിയിടും. അല്ല പിന്നെ നീ പിന്നെ എടുത്തെടുത്ത് വെച്ചോ. ഇത് എന്തൊരു കഷ്ടമാണ്. അടുപ്പിൻ്റെ മുകളിൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ നീ എടുത്ത് വെക്കോ? നീ വെച്ച് അതിൻ്റെ താഴെ മൊത്തം കരിയേ. ഇതൊരു കഷ്ടമായത്. ഇതൊരു നോന്ന് പറയുകയും ചെയ്ത് എടുത്ത് വെക്കുന്നത് എന്തുവാ ഇത്? വെക്കരുത്. വെച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. നിൻ്റെ കല ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടല്ലേ. കല എടുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇതെന്തുവാ ഇത് കൂട്ടാനോ? നിൻ്റെ കൂട്ടാനും കൂടെ അടിച്ച് ഞാൻ താഴെ കേട്ടെ. നിൻ്റെ കൂട്ടാനും കൂടെ നിൻ്റെ കലം എടുത്ത് വെക്കല്ലേന്ന് പറഞ്ഞാൽ നീ വെക്കും. നീ എന്തോ ഇങ്ങനെ കാണിക്കുന്നേ? കലം വെക്കല്ലേന്ന് പറഞ്ഞാൽ നീ വെക്കും. എന്തോത്തിന് വെക്കുന്നത്? എൻ്റെ സ്വഭാവം നീ കണ്ടിട്ടില്ല. എൻ്റെ സ്വഭാവം മഹാപശക. നീ ഇതും കൂടെ എടുത്ത് പോയി. ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഈ അടുപ്പെടുത്ത് ഞാൻ എൻ്റെ കീശയിൽ വെക്കും. നോക്കോ ഇനി ഞാൻ. എന്നിട്ട് ആ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ. ഇയാളാണെങ്കിൽ എടുക്കാൻ വയ്യാത്ത ബോളും കൊണ്ടെടുത്ത് ഉരുണ്ടങ്ങ് ഓടുക. ചിലപ്പോഴൊക്കെ ഇതും കൊണ്ട് സ്റ്റെപ്പിൽ ഓടുമ്പോൾ അങ്ങ് ഉരുണ്ടങ്ങ് വീഴും. അങ്ങനെ ഒരു വലിയൊരു ഉറക്കത്തിന് ശേഷം എൻ്റെ ഡോറമോൾ എണ്ണിച്ച് വയസ്സ് നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ നല്ല ഉറക്കമാണ്. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ടൊന്ന് ബാക്കി ഏൽപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴത്തേന് ആള് എല്ലാം സാധിച്ചതിന് ശേഷം ഇങ്ങനെ നേരെ ഒന്നും കൂടെ ഒന്ന് എൻ്റെ കാല് ഞാനിങ്ങനെ വെച്ച് കണ്ടുകൊണ്ട് അവൾ ഓടി വന്ന് കേട്ടോ. പൊമ്മി വന്നിട്ട് ഞാനൊന്ന് കാലനക്കിയപ്പോഴത്തേന് ആൾ കണ്ടോ. ആൾക്കിതൊരു ഗെയിമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചാടി ഇങ്ങനെ വരും. ബൊമ്മക്കുട്ടിയെ പോലെ ഇങ്ങനെ വരും. അങ്ങനെ വയസ്സ് ഇയാൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കുകയാണ്. ആൾക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ട് ആൾക്കിത് വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് ഇന്ന് രാവിലെ ഒരു പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അയാൾക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുത്തപ്പോഴത്തേന് ആൾക്ക് അതിൻ്റെ ഒരു മണം ഇല്ലാതെ ആൾ തിന്നത്തില്ല. അങ്ങനെ അത് മൊത്തം തിന്നതിന് ശേഷം ആൾക്ക് ഇച്ചിരി മരുന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇത് വേറെ പാത്രത്തിൽ മെഡിസിൻ്റെ ഒരു മരുന്ന് ഒഴിച്ചു. മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഇച്ചിരി ബിസ്ക്കറ്റ് ഒന്നും ഇല്ലാതെ ആൾ തനിച്ച് കുടിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ വന്ന് കട്ടിലേക്ക് കിടന്നോളാം, നീ കിടന്നുറങ്ങിക്കോ. ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഗൈസ് ഇന്നത്തെ ഡോറയുടെ വിശേഷങ്ങൾ ഇതേപോലത്തെയാണ്. നമ്മുടെ ഇപ്പോഴും ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയാണ് നടക്കുന്നത്. കുളിപ്പീര് ഒഴിച്ച് ബാക്കിയല്ല. അപ്പോൾ ഇന്ന് അമ്പാടി കാണാത്ത എന്താണെന്നറിയോ? ആളെ മാറ്റി ഇട്ടേക്കാണ്. ആൾ റെക്കോർഡ് ചെയ്യുമ്പോഴേക്ക് നടുക്ക് കയറിയെന്ന് ഞാൻ കിടന്ന് അലയ്ക്കും. അതിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ആള് ഇപ്പോഴാണ് ആളിനെ അവിടുന്ന് വെളിയിൽ ഇറക്കുന്നത് തന്നെ. ഞങ്ങളൊരു റൂമിൽ അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.